വീട്ടിലുള്ള സാധനം വെച്ച് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന 2 ഐറ്റംസ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ഞാൻ 3 മുട്ടയാണ് ആദ്യം നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 5 രൂപേൻ്റെ 3 ബൂസ്റ്റ് പൊടിയാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കേക്കാണ്. ഇനി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കണേ. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് ആയി കിട്ടേണ്ടത്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം, സ്റ്റീൽ പാത്രമോ നിങ്ങൾക്ക് അഥവാ ഇതിൻ്റെ കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ചുറ്റിലും പുരട്ടി കൊടുക്കണം ഇതുപോലെ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി നല്ലോണം വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അഥവാ ആയിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് അണ്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ചൂട് തന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന ഫുൾ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, അത് റെക്കോർഡായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഉള്ള ഭാഗത്താണ് ഞാൻ കാണിച്ചിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് റവയാണ് എടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് വെക്കണേ. ആദ്യം ഇതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 5 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നല്ലോണം നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതുപോലെയാണ് ആയിക്കിട്ടാൻ, ഇതുപോലെ ആയിക്കിട്ടു. ഇനി നമുക്കിത് കുറച്ച് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. അധികം തടിയും അധികം നേർത്തും അല്ലാത്ത രൂപത്തിൽ പരത്തിയെടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരളവ് പാത്രമാണ് ആവശ്യം. ഞാനിതിലേക്ക് ഒരു ചെറിയൊരു ഗ്ലാസ്സാണ് എടുത്തത്. നമുക്കിതുപോലെ എല്ലാം ആക്കിയെടുക്കാം, എന്നാലും നമുക്ക് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമുക്ക് ചെയ്തെടുത്ത് വെക്കാം എല്ലാം ആദ്യം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് മാറ്റേ. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം പൊങ്ങി വന്നതൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അധികം കരിയാണ്ട് നോക്കണേ. എല്ലാം തിരിച്ചിട്ട് ഇതുപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോഴെല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ റെഡിയാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചമ്മന്തിയാണ്. പകുതി തേങ്ങാമുറി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുനാരങ്ങയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ നല്ലോണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം പാനിപ്പൂരി പോലത്തെ വേറൊരു ഐറ്റംസാണ്. ഇതൊക്കെ എൻ്റെ കണ്ടുകൊടുത്താണ്. നമുക്കിനി ഇത് ഓരോന്നും ഫില്ല് ചെയ്ത് കൊടുക്കാം. സംഭവം അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ബാക്കിയുള്ളതിലൊക്കെ നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. വീഡിയോ അധികം ലെങ്ത്ത് കൂട്ടുന്നില്ല, എല്ലാത്തിലും നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് സോസാണ്. നമുക്കിതുപോലെ കുറച്ച് സോസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.